പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം കൂടി ദാനമായി നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും സ്നേഹവന്ദനം. അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. കർത്താവേ, നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ, നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. കർത്താവേ, നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അല്പനിമിഷം ധ്യാനിപ്പാൻ ആമേൻ. 92 സങ്കീർത്തനം അതിൻ്റെ 12 വാക്യം. 92 സങ്കീർത്തനം അതിൻ്റെ 12 വാക്യം ഇങ്ങനെ വായിക്കുന്നു: നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാലോനിലെ ദേവദാര് പോലെ വളരും. ഇവിടെ സ്തോത്രി സങ്കീർത്തനം നമുക്ക് ഇതിൻ്റെ തലക്കെട്ട് ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് മറ്റാരുടെ സങ്കീർത്തനമല്ല. പ്രൈസ് ദി ലോർഡ്. ദാവീദിൻ്റെ സങ്കീർത്തനം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദാവീദിൻ്റെ സങ്കീർത്തനം നമുക്ക് ഓരോ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഇവിടെ ഒരു നീതിമാനെ കുറിച്ചാണ് ദാവീദ് വർണ്ണിക്കുന്നത്. സ്തോത്രം. നീതിമാൻ പന പോലെ തഴയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു തഴപ്പ് ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നാളുകളായി, വർഷങ്ങളായി ഒരു തഴപ്പില്ലാതെ മുരടിച്ച് നിൽക്കുന്ന അവസ്ഥയാണോ ഇന്ന് പകൽക്കാലമായിരിക്കുന്ന ദൈവ പൈതലെ? പക്ഷെ ദൈവം പറയുന്നു, നീതിമാനെ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? പന പോലെ തഴയ്ക്കും. സ്തോത്രം. അപ്പോൾ ഒരു നീതിമാനെക്കുറിച്ച് ദൈവം പറയുന്ന, അല്ലെങ്കിൽ ദാവീദ് ദൈവസന്നിധിയിൽ വർണ്ണിക്കുന്ന ഒരു വർണ്ണനയാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. സ്തോത്രം. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, 11 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിങ്ങനെ പറയുന്നു: എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ടും എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ച് കേട്ടും രസിക്കും. കണ്ടോ? ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ കയറി വന്നു.
അഭിഷക്തന്മാരുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട്, വേദനകളുണ്ട്, വിഷമങ്ങളുണ്ട്. അതിനപ്പുറത്ത് ഒരു വലിയ വിടുതൽ ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാണ്. ശബനപരകഥന വൈഡകരാജകൽക്കനാദി. ആരോടൊക്കെ ദൈവാത്മാവ് പരിശുദ്ധാത്മാവെന്ന് ആമേൻ ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നു. കഴിഞ്ഞ രാത്രി ആമേൻ നീ മരണത്തെ മുഖാമുഖം കണ്ട വ്യക്തിയാണോ? എന്നാൽ ഈ പ്രഭാതത്തിൽ സ്വർഗം പറയുന്നു, ഇല്ല, നിന്നെ ദൈവം ദേശത്തിൽ തഴപ്പിക്കാൻ പോകുകയാ. ഒരു തഴപ്പ് നിന്റെ മേലുണ്ട്. സ്തോത്രം. പലപ്പോഴും തഴച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ചില ചെടികളൊക്കെ തഴച്ച് കൊഴുത്തു വരുന്ന ചെടികളെ വിട്ടിലും പച്ചപ്പുഴുവും തുള്ളനും തിന്നു കളയുന്നത് കാണാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ദൈവാത്മാവ് ശക്തമായി ആലോചന പറയുന്നത് ഇങ്ങനെയാണ്: നീതിമാൻ പന പോലെ തഴയ്ക്കാൻ പോകുന്നു. സ്തോത്രം. എന്നാൽ 1-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നു, അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാരങ്ങനെയല്ല. ആമേൻ. നീതിമാന്റെ ജീവിതത്തിനകത്ത് ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ഒരു ഞെരുക്കം കടന്നു വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് കടന്നു വരുമ്പോൾ, ഇനി കഴിയില്ല കർത്താവ് എന്ന് പറഞ്ഞ് മാറി നിന്ന് മാറത്തടിക്കുന്നത് പോലെ അല്ലേ? ആമേൻ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ആമേൻ കാശില്ലാതെ ഇരിക്കുന്ന ഒത്തിരി നീതിമാന്മാരുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നത്, നീതിമാൻ പന പോലെ തഴയ്ക്കും. പന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒറ്റയ്ക്ക് നിൽക്കുന്ന വൃക്ഷമാണ്. അതിന് ശിഖരങ്ങളൊക്കെ വളരെ അപൂർവമാണ്, റയറാണ്. ശിഖരങ്ങളൊന്നുമില്ല, ഒറ്റത്തടിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നല്ല സ്ട്രൈറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന പന നമുക്ക് കാണാൻ കഴിയും. നല്ല സൈസിൽ, നല്ല ആമേൻ ഉയരത്തിൽ നിൽക്കുന്ന പന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരാളിനൊരു ഈസിയായിട്ടൊന്നും കയറാൻ കഴിയില്ല. എല്ലാ മരത്തിൽ കയറും പോലെയൊന്നും പനയിൽ കയറാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം പന ഒരു പ്രത്യേക മരമാണ്. പ്രൈസ് ദി ലോർഡ്. അതാ ഇവിടെ പറയുന്നത്, പന പോലെ തഴയ്ക്കും. ഈ പനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തെങ്ങിൽ കയറുന്ന ആൾക്കാർക്കോ കമുകിൽ കയറുന്ന ആൾക്കാർക്കോ ഒന്നും ഈ പനയിൽ കയറി ആമേൻ അതിൻ്റെതായ നിലയിലുള്ള വിളവെടുക്കാൻ കഴിയില്ല. അതിന് പ്രത്യേക വ്യക്തികളുണ്ട് ഈ പനയിൽ കയറാൻ. സ്തോത്രം. ആമേൻ. കാരണം തഴച്ചു നിൽക്കുന്ന പനയാ. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന പനയാ. എത്ര കാറ്റടിച്ചാലും ഇതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇതൊന്ന് വളഞ്ഞു വന്നാൽ പോലും അടിച്ചൊടിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ആമേൻ ശിഖരം നിലത്ത് തൊട്ടാൽ പോലും ഇതിനെ ഒടിക്കാനോ ഇതിനെ പിഴുതെറിയാനോ ഒരു കാറ്റിനും ഒരു പ്രകൃതിക്ഷോഭത്തിനും കഴിയത്തില്ല. കാരണം അത്ര സ്ട്രോങ് ആണ് പന. സ്തോത്രം. ഈ പന ആമേൻ സ്തോത്രം നീതിമാനെ കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഓരോ ഉപമകൾ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുമ്പോൾ ഈ തലമുറയിൽ ദൈവം വേറെ ആരോടും പറഞ്ഞതല്ല കേട്ടോ, ഇത് നമ്മോട് പറഞ്ഞ ദൂത. നിന്നിലൊരു തഴപ്പ്. ആമേൻ. നിന്നെ അടിച്ചമർത്താൻ നോക്കുന്ന, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്ന, പ്രൈസ് ദി ലോർഡ്, നിന്നെ മാറ്റി നിർത്തുന്ന, നിന്നെ പരിഹസിക്കുന്ന അവരുടെ നടുവിൽ നീ തഴയ്ക്കാൻ പോകുക. 2025 നവംബർ മാസത്തിൽ സ്വർഗം പറയുന്നു, നിനക്കൊരു തഴപ്പുണ്ട്. നിന്നെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല ദൈവ പൈതലേ. നിന്നെ ആർക്കും തകർത്ത് കളയാൻ കഴിയത്തില്ല. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്, അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും. അപ്പോൾ ഈ പനയ്ക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതിനൊരു സീസണുണ്ട്. എല്ലായ്പ്പോഴും ഈ പനയിൽ വെള്ളമെടുക്കാൻ കഴിയില്ല. ഒരു സീസണുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ സീസണിൽ മാത്രമാണ് ഈ പനയിൽ പ്രൈസ് ദി ലോർഡ് ആമേൻ ഒത്തിരി ഫലങ്ങൾ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പല നിലയിൽ ഇതിനെ ആമേൻ ഇതിൻ്റെ യജമാനന്മാർ ഇതിനെ ഉപയോഗിക്കാറുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പനയിൽ നിന്ന്
ആമേൻ നൊങ്ക് ശേഖരിക്കുന്നു. ആമേൻ അതിനെ അക്കാനി പോലത്തെ സംഭവങ്ങൾ ശേഖരിക്കുന്നു. ആമേൻ മനുഷ്യന് ദാഹം ശമിപ്പിക്കാനുള്ള സകലതും ഇതിനകത്തുനിന്ന് അവർ കണ്ടെത്തുന്നു. അങ്ങനെയെങ്കിൽ ഇതിനകത്തുനിന്ന് കരിപ്പെട്ടി ഉണ്ടാക്കുന്നു, കർക്കണ്ടുണ്ടാക്കുന്നു. ഈ പനയിൽ നിന്ന് ഒരുപാട് ഔഷധങ്ങൾ ആമേൻ ജനം കണ്ടുപിടിച്ചിരിക്കുക. എന്നാൽ ഇന്ന് പകലിൽ പ്രൈസ് ദി ലോർഡ് 52-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 52-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് 8-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 52-ാമത്തെ സങ്കീർത്തനം 8-ാം വാക്യം. ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ ആകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയം വയ്ക്കുന്നു. ഒന്ന്, ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്നു. ഇപ്പം നിന്നിൽ എന്തുണ്ടാകണം? ഒരു തഴപ്പുണ്ടാകണം. ആലയത്തിനകത്തിരിക്കുന്ന ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന ഒരു തഴപ്പ്, ആത്മീകമായ ഒരു തഴപ്പ്, ഒരു അനുഗ്രഹം, ഒരു ഗ്രോത്ത്, ഒരു വളർച്ച നിന്റെ മേൽ വരണം. സ്തോത്രം. ഒരു വളർച്ച നിന്റെ മേൽ ഇന്ന് പകൽക്കാലം അത്യാവശ്യമെന്ന് സ്വർഗം വിളിച്ചു പറയുന്നു. ആ ഒരു നന്മ നിന്റെ മേൽ ഇന്ന് പകൽക്കാലം ദൈവം അയക്കാൻ ആമേൻ ശക്തനാണ്. അതെവിടെ പറഞ്ഞത്? തഴച്ചിരിക്കുന്നു, ഒലിവ് വൃക്ഷം പോലെ ആകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. എന്നും എന്നേക്കും ആശ്രയിപ്പാൻ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഞാനും നിങ്ങളും ആശ്രയിക്കുന്ന സ്വർഗത്തിലെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരുന്നു. ദൈവം നമ്മോടൊന്ന് പകൽക്കാലം സംസാരിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. 72-ാമത്തെ സങ്കീർത്തനം പഠിക്കുമ്പോൾ, സങ്കീർത്തനം 72-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ടൊന്ന് പറയുന്നു, അവൻ്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. ചന്ദ്രൻ ഉള്ളിടത്തോളം ആമേൻ സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. അവൻ്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. നിന്റെ കാലത്ത് നിന്റെ തലമുറകളുടെ തഴപ്പ് നീ കാണാൻ പോകുക. അവരിപ്പോൾ തകർച്ചയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, പിതാവേ, മാതാവേ, അഭിഷത്തയെ നിന്റെ തലമുറകൾ അവരുടെ ശൂന്യതകളെ ഇന്ന് പകൽക്കാലം ദൈവം മാറ്റാൻ പോകുക. ഒരു വലിയ വിടുതൽ, ഒരു അത്ഭുതം കുടുംബങ്ങളിൽ വെളിപ്പെടുന്ന ഒരു പ്രഭാതമാക്കി ദൈവം മാറ്റാൻ പോകുക. ജീവിതത്തിൽ ഇന്നലെ വരെ കൊട്ടിയടച്ച വാതിലുകൾ സ്വർഗം ഇന്ന് പകൽക്കാലം തുറക്കുന്ന പകൽക്കാലമാണ്. ഇനി ഇല്ല എന്ന് പറഞ്ഞ് ശത്രു ഓതിക്കെട്ടുമ്പോൾ ശുഡവാരബലാരഗതനാശംഭപാരകൽക്കനാദി അതിന് ദൈവാത്മാവെന്ന പകൽക്കാലം ഉന്മൂലനാശം ചെയ്യാൻ പോകുക. എവിടെ എന്താ വായിച്ചത്? ആമേൻ. തഴയ്ക്കട്ടെ. ആമേൻ. നീതിമാൻ പല പോലെ തഴയ്ക്കട്ടെ. ലെബാനോനിലെ ദേവദാരു പോലെ വളരും. ലെബാനോനിലെ ദേവദാരു, അതുകൊണ്ടാണ് ആമേൻ സമാഗമന കൂടാരം പണിതിരിക്കുന്നത്. ഈ കൂടാരത്തിനകത്ത് ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുകയാണ്. സ്തോത്രം. കർത്താവിരുന്ന് പകൽക്കാലം ആമേൻ ചന്ദ്രൻ ഉള്ളിടത്തോളം പ്രൈസ് ദി ലോർഡ് സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. ചന്ദ്രൻ ഉള്ളിടത്തോളം ഹല്ലേലൂയ സമാധാന സമൃദ്ധി തഴയ്ക്കട്ടെ. നീതിമാൻ തഴയ്ക്കട്ടെ. ഇന്ന് പകലിൽ നിനക്കൊരു തഴപ്പ് സ്വർഗ്ഗം വച്ചിരിക്കും. ഇന്നത്തെ ഞെരുക്കം, ഇന്നത്തെ ഭാരം, ഇന്നത്തെ ബുദ്ധിമുട്ടുകൾ, ഇന്നത്തെ ഇല്ലായ്മകൾ എല്ലാം ദൈവം മാറ്റാൻ പോകുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ ദയ കൊണ്ട് പൊതിയണം. സർവശക്തൻ്റെ കൃപയുടെ മറവിൽ മറയ്ക്കണം. അത്ഭുതം ചെയ്യണമേ കർത്താവേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ
അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.